കാസർഗോഡ് എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എന്നത് ആവർത്തിച്ചുള്ള ഗർഭം അലസിപ്പോകൽ അഥവാ റെക്കറന്റ് പ്രഗ്നൻസി ലോസ്. ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് വിഷന്റെ പ്രേക്ഷകരുമായി സംവദിക്കുന്നത് കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ, വെൽക്കം. നമസ്കാരം. ഡോക്ടർ, സാധാരണ ഒരു സ്ത്രീക്ക് ഒരു പ്രാവശ്യം പ്രഗ്നൻസി ലോസ് വന്നാൽ അത് ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയാണോ? ബേസിക്കലി പ്രഗ്നൻസി ലോസ് എന്ന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി ലോസ് ഒരു 60% ആൾക്കാർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഈ പ്രഗ്നൻസി ലോസ് എന്നുള്ളത് വരുന്നത് യൂഷ്വലി ഭ്രൂണത്തിന്റെ തകരാറുകൾ കൊണ്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഈ 60% സ്ത്രീകൾക്കും പ്രഗ്നൻസി ലോസ് വന്നു കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ വീണ്ടും അതേപോലെ സംഭവിക്കണമെന്നൊന്നും ഇല്ല. അതുകൊണ്ട് ഫസ്റ്റ് ടൈം അല്ല, ഒരു പ്രാവശ്യം ഗർഭം അലസിപ്പോയി കഴിഞ്ഞാൽ അതിനെ വെച്ച് പ്രത്യേക ടെൻഷനോ വറി ചെയ്യേണ്ട ആവശ്യമില്ല. സർ, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ, ഈ ആവർത്തിച്ചുള്ള പ്രഗ്നൻസി ലോസ് അഥവാ ആവർത്തിച്ചുള്ള ഗർഭം അലസിപ്പോകൽ ഇത് യഥാർത്ഥത്തിൽ എന്താണ്? നമ്മൾ എപ്പോഴാണ് പ്രഗ്നൻസി ലോസിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ ആലോചിക്കുമ്പോൾ 2 അല്ല 3 പ്രഗ്നൻസി ലോസുകൾ വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ കാര്യമായിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കേണ്ടത്. കാരണം ഫസ്റ്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭ്രൂണത്തിന്റെ തകരാറുകൾ കൊണ്ടൊന്ന് കരുതിയിട്ട് അത് വെറുതെ വിടാൻ പറ്റും. ബട്ട് 2 പ്രഗ്നൻസി ലോസുകൾ വരുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 2 പ്രഗ്നൻസി ലോസുകൾ വരുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് കാരണമെന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് മുന്നോട്ടേക്ക് പോകേണ്ടത്. ഓക്കെ ഡോക്ടർ, അങ്ങനെയാണെങ്കിൽ ഈ പ്രഗ്നൻസി ലോസിന്റെ ഒരു പ്രോമിനന്റ് ഫാക്ടർ, അതായത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മളിപ്പം പ്രോമിനന്റ് ആയിട്ടുള്ള കാരണങ്ങൾ നമുക്ക് കുറെ ഹെഡിങ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു കാരണം വരുന്നത് അമ്മയുടെ കാരണങ്ങൾ. അപ്പോൾ അമ്മയുടെ കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് അമ്മയുടെ മെഡിക്കൽ കണ്ടീഷന്റെ ഭാഗമായിട്ട് വരാം. അപ്പൊ ഈ മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അമ്മക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. തൈറോയിഡിന്റെ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ബുദ്ധിമുട്ടുകൾ ഇതേപോലെ അലസിപ്പോകൽ സംഭവിക്കാം. രണ്ടാമത്തെ കാര്യം അമ്മയുടെ ഷുഗറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഷുഗർ കൺട്രോൾ ചെയ്യാത്ത ഷുഗറിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഗർഭം അലസിപ്പോവാനോ അബോർഷൻ ആവാനോ പോസിബിലിറ്റീസ് ഉണ്ട്. മൂന്നാമത്തെ രക്തത്തിന്റെ വേറെ തകരാറുകൾ, നമ്മൾ പറയും APLA സിൻഡ്രോം എന്ന് പറയും, ആന്റിഫോസ്ഫോലിപ്പിഡ് ആന്റിബോഡി സിൻഡ്രോം എന്ന് പറയും. ഇങ്ങനത്തെ സിൻഡ്രോമിൽ ബ്ലഡിന്റെ ക്ലോട്ടിങ്ങിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പൊ ഇങ്ങനത്തെ തകരാറുകൾ വരുമ്പോഴും പ്രഗ്നൻസി ലോസ് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ വരുന്നതാണ് കൊച്ചിന്റെ കോസുകൾ. കൊച്ചിന്റെ കോസുകൾ എന്ന് പറയുമ്പോൾ ജനിതകമായ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഗർഭം അലസിപ്പോവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ജനിതകമായ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് അലസിപ്പോവാനുള്ള സാധ്യത ഉണ്ടോ നമ്മൾ മനസ്സിലാക്കി എടുക്കണമെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള പ്രത്യേക ടെസ്റ്റുകൾ ചെയ്യേണ്ടതാണ്. മൂന്നാമത്തെ വരുന്നതാണ് ഗർഭപാത്രത്തിന്റെ തകരാറുകളുടെ ഭാഗമായിട്ടും ഗർഭം അലസിപ്പോവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഗർഭപാത്രത്തിന്റെ തകരാറായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് വരുന്നതാണ് സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന്റെ ബലക്കുറവ് നമ്മൾ പറയും. ഇങ്ങനെ പ്രശ്നമില്ല ആൾക്കാർ യൂഷ്വലി ഒരു 3rd മന്ത് അല്ല 4th മന്ത് ആവുമ്പോഴേക്കായിരിക്കും ഗർഭപാത്രം തുറന്നു വന്നിട്ട് നമ്മളടുത്തേക്ക് എത്തുമ്പോഴേക്കും ഓൾറെഡി എല്ലാ പ്രോസസ്സും മുന്നോട്ടേക്ക് പോയിട്ടുണ്ടാവും. ഈ സെർവൈക്കൽ ഇൻകോമ്പറ്റൻസ് എന്നുള്ള കണ്ടീഷൻ നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റില്ല. യൂഷ്വലി ഒരു പ്രാവശ്യം ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു കണ്ടീഷനാണ് ഇത് സെർവൈക്കൽ ഇൻകോമ്പറ്റൻസ്. രണ്ടാമത്തെ വരുന്നതാണ് ഗർഭപാത്രത്തിലുള്ള ആകൃതിയിലോ ഷേപ്പിലുള്ള ജന്മന തകരാറുകൾ. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഗർഭപാത്രത്തിൽ ജന്മന പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം, 2 ഗർഭപാത്രങ്ങൾ ഉണ്ടായേക്കാം, അല്ല ഗർഭപാത്രത്തിൽ ഒരു ഡിവിഷൻ ഉണ്ടായേക്കാം. കോമൺ ആയിട്ട് വരുന്ന കണ്ടീഷനാണ് ഇൻട്രായൂട്രൈൻ സെപ്റ്റം എന്ന് പറയും. അപ്പൊ ഇൻട്രായൂട്രൈൻ സെപ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഇത്. അപ്പോൾ ഗർഭപാത്രം കാണുമ്പോൾ 2 പോലെ ഉണ്ടാവും, ബട്ട് ആക്ച്വലി ഒരു ഗർഭപാത്രമായിരിക്കും, ഉള്ളിൽ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതലും ഗർഭം അലസിപ്പോവാനുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ വളരെ ഈ ഗർഭപാത്രത്തിന്റെ തകരാറുകളിൽ ഈ ഇൻട്രായൂട്രൈൻ സെപ്റ്റം എന്ന് പറയുന്ന സംഭവം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ്. ബാക്കിയുള്ള തകരാറുകൾ ബൈകോർണേറ്റ് യുട്രസ് എന്ന് പറയും. അപ്പോൾ ബൈകോർണേറ്റ് എന്ന് പറഞ്ഞാൽ യുട്രസിന്റെ മോൾ ഭാഗത്ത് 2 പകുതിയായിട്ട് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഗർഭം അലസിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്, ഡേറ്റിനെ മുന്നേ പ്രസവിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്.
അപ്പോൾ ആകെ നമുക്ക് യുട്രൈൻ അബ്നോർമാലിറ്റീസിനെ ശരിയാക്കാൻ പറ്റുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്, ശരിയാക്കാൻ പറ്റാതെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് പോകേണ്ട കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളില്ല ആൾക്കാർക്കാണ് കൂടുതലായിട്ടും ഗർഭം അലസി പോകാനുള്ള സാധ്യതകൾ. ഡോക്ടർ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുകയാണ്. കാരണം ഡോക്ടർ നേരത്തെ പറഞ്ഞ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ, പ്രൈമറി സ്റ്റേജിൽ ഇപ്പോ അമ്മയ്ക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ഷുഗർ ഈ പറയുന്ന നേരത്തെ ഉണ്ടാകുന്ന കാരണങ്ങൾ, അതൊക്കെ സാധാരണ ഒരു ട്രീറ്റ്മെന്റ് കൊണ്ട് സാധിക്കാൻ പറ്റുന്ന വിഷയങ്ങളല്ലേ? അതെ, ബേസിക്കലി നമ്മൾ ഇപ്പോൾ നേരെ ഒരു ഗർഭിണി ഡോക്ടർക്ക് ആദ്യം തന്നെ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കില്ല. നമ്മൾ ബേസിക് ആയിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റുകൾ മാത്രമേ ചെയ്യുള്ളൂ. ഈ തൈറോയിഡിന്റെ അബ്നോർമാലിറ്റിയും ഷുഗറിന്റെ അബ്നോർമാലിറ്റിയും സാധാരണ തൈറോയിഡ് അല്ല, നമ്മൾ തൈറോയിഡ് ആന്റിബോഡീസ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആവശ്യമുണ്ടെങ്കിലേ ടെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സാധാരണ ഒരു ഗർഭിണി ചികിത്സയ്ക്ക് എത്തുമ്പോഴേക്കും ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യില്ല. ബട്ട് മുമ്പേ ഒരു ഗർഭം അലസിപ്പോയ കഥയോ അങ്ങനത്തെ വല്ല ഹിസ്റ്ററി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുന്നതാണ്. ഇത് നമ്മൾ എപ്പോഴാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? ഇപ്പൊ ബേസിക്കലി 2-ലധികം പ്രഗ്നൻസി ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മളടുത്ത് എത്തുമ്പോഴേക്കും നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഈ എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും ചെയ്ത് നോക്കേണ്ടതാണ്. അതിന്റെ കൂടെ തന്നെ ഗർഭപാത്രത്തിന് തകരാറുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗർഭപാത്രത്തിന്റെ ഒരു സ്കാനിങ് ചെയ്ത് നോക്കേണ്ടി വരും. ഒരു സ്കാനിങ്ങിൽ, ഒരു 3D സ്കാനിങ്ങിലൂടെ വളരെ എളുപ്പത്തിലൂടെ നമുക്ക് ഈ ഗർഭപാത്രത്തിന്റെ തകരാറുകൾ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ സ്ക്രീനിങ് ബ്ലഡ് ടെസ്റ്റുകളും ഈ ഗർഭപാത്രത്തിന്റെ തകരാറുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്കാനിങ്ങിലൂടെ കണ്ടുപിടിച്ച് മനസ്സിലാക്കി എടുത്തതിന് ശേഷം എവിടെയും തകരാറുകൾ ഇല്ലെങ്കിലാണ് നമ്മൾ ബാക്കി കാര്യത്തിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ തകരാറുകൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന്റെ പരിഹാരങ്ങൾ നമ്മൾ കാണേണ്ടതാണ്. ആകെ നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു പ്രശ്നമാണ് ഈ സെർവൈക്കൽ ഇൻകോംപിറ്റൻസ് എന്നൊരു കണ്ടീഷൻ. ഈ സെർവൈക്കൽ ഇൻകോംപിറ്റൻസ് എന്നൊരു കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ യൂഷ്വലി നമുക്ക് പേഷ്യന്റെ ഹിസ്റ്ററി വെച്ചിട്ടാണ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്. അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി പറയും സെർവൈക്കൽ എൻസാക്ലാസ് എന്ന് പറയും. ഗർഭപാത്രത്തിന്റെ വായിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്ന പരിപാടിയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. ആ ട്രീറ്റ്മെന്റ് അത് നമ്മൾ സബ്സിക്വന്റ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞതിന് ശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഗർഭപാത്രത്തിന്റെ വായി ചുരുങ്ങി വരുന്നുണ്ടെന്നൊരു കണ്ടീഷൻ കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ഇതിന് പരിഹാരം കാണുന്നത്. ഡോക്ടർ, നമ്മുടെ എല്ലാ പ്രഗ്നൻസി ലോസും ഇതുപോലെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ? അതന്നെ, ഒന്നിലധികം പ്രഗ്നൻസി ഒരു പ്രാവശ്യം മാത്രമാണ് പ്രഗ്നൻസി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് പ്രത്യേകിച്ച് ഇവാലുവേഷൻ നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. ബട്ട് 2-ലധികം പ്രഗ്നൻസി ലോസ് ഉണ്ടെങ്കിൽ നമ്മളത് കമ്പൽസറി ആയിട്ടും ഇവാലുവേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. വന്നൂട്ടോ, എനിക്കറിയാവുന്ന കവിതാക്കൾ വീട്ടുകാരുടെ സമ്മതമില്ലാതെ കല്യാണം കഴിച്ചു. പലരും പറഞ്ഞു ഒരു കുട്ടി ഉണ്ടായാൽ തീരാവുന്നതേ ഉള്ളൂ പ്രശ്നമെന്ന്. 5 വർഷം കാത്തു നിന്നു. അപ്പോഴാണ് അറിഞ്ഞത് പൂർണ്ണ വന്ധ്യതാ നിവാരണ ഹോസ്പിറ്റലിനെ കുറിച്ച്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ശീഘ്രം വിട്ടു. ഇപ്പൊ എന്താ കഥ? 2 മുത്തശ്ശിമാർക്കും എടുത്തു കളിക്കാൻ മാത്രം ഓരോര തങ്കം. സന്തോഷത്തിന്റെ കിരണങ്ങൾ ഒരു പതിറ്റാണ്ടായി നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി സൺറൈസ് ഹോസ്പിറ്റൽ, കാഞ്ഞങ്ങാട്, കൊച്ചിൻ. നമ്മളിപ്പോ അതായത് അമ്മയുടെ ആ ഭാഗത്ത് ഗർഭപാത്രം അല്ല അതോടനുബന്ധിച്ച വിഷയങ്ങളാണ് സംസാരിച്ചത്. ഇതിപ്പോ കുട്ടിയുടെ ആ ഒരു സ്റ്റേജ്, ഈ പ്രഗ്നൻസി സ്റ്റേജിൽ ആ പ്രഗ്നൻസി ലോസിന് ഏതും തരത്തിലുള്ള കാരണം ഉണ്ടാക്കുന്നുണ്ടോ? ആ ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെ ഏതൊന്നും? പ്രഗ്നൻസി ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യത്തെ 3 മാസത്തിലാവാം, രണ്ടാമത്തെ 3 മാസത്തിലാവാം, ലാസ്റ്റ് 3 മന്ത്സിലും ആവാം. ഫസ്റ്റ് 3 മന്ത്സിൽ പ്രഗ്നൻസി ലോസ് വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും എല്ലാ കണ്ടീഷൻസും, ഞാൻ ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസിലും ഒരു കാരണമായിരിക്കാം ഈ ഫസ്റ്റ് 3 മന്ത്സിൽ വരുന്ന പ്രഗ്നൻസി ലോസ്. രണ്ടാമത്തെ 3 മാസത്തിൽ വരുന്ന പ്രഗ്നൻസി ലോസ് ആണെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഒന്ന് സെർവൈക്കൽ ഇൻകോംപിറ്റൻസ് എന്നുള്ള കണ്ടീഷനെ കൊണ്ട് പ്രഗ്നൻസി ലോസ് വരാം. 2 ഈ സെപ്റ്റം എന്ന് പറഞ്ഞ ഇതിൽ കൊണ്ടില്ല പ്രിമച്വർ ഡെലിവറിയുടെ ഭാഗമായിട്ടുള്ള പ്രശ്നം വരാം. മൂന്നാമത്തത് ഞാൻ പറഞ്ഞിട്ടില്ല APLA സിൻഡ്രോം, ബ്ലഡിന്റെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിലുള്ള അബ്നോർമാലിറ്റിയുടെ ഭാഗമായിട്ടുള്ള പ്രഗ്നൻസി ലോസ് വരാം.
മൂന്നാമത്തെ തേർഡ് ലാസ്റ്റ് 3 months, ഈ ലാസ്റ്റ് 3 months കോമൺ ആയിട്ട് വരുന്നതാണ് ഒന്ന് ഈ ബ്ലഡിന്റെ ക്ലോട്ടിങ്ങിന്റെ ഫാക്ടേഴ്സിലെ തകരാറായിട്ട് വരുന്ന പ്രഗ്നൻസി ലോസ് ആണ് ഏറ്റവും കൂടുതൽ ഈ ലാസ്റ്റ് 3 മാസത്തിൽ. മീൻസ് പ്രസവിക്കാനുള്ള തൊട്ട് മുന്നേ ഉള്ള ബുദ്ധിമുട്ടുകൾ, പെട്ടെന്ന് 7ാം മാസത്തിലോ 8ാം മാസത്തിലോ കുട്ടി വയറ്റുന്നതിന് മരിച്ചു പോകുന്നത്, ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന്റെ അബ്നോർമാലിറ്റിയുടെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, നമ്മളിപ്പം കുട്ടീന്റെ അതോടെ അമ്മയുടെ ഒക്കെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു, പ്രഗ്നൻസി ലോസിന് ഹേതുവാകുന്ന കാരണങ്ങൾ. ഇത് അമ്മയോടൊപ്പം, അതായത് പിതാവിന് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടോ? ഈ പ്രഗ്നൻസി ലോസിന് കാരണമാകുന്ന ഏതെങ്കിലും ഘടകങ്ങൾ പിതാവിന്റെ ആ പിന്നെ റിലേറ്റഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും? കൊച്ചിന്റെ കാരണങ്ങളായിട്ട് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ജനറ്റിക് അബ്നോർമാലിറ്റീസ് ആണ്. അപ്പോൾ സപ്പോസ് 3-ലധികം പ്രഗ്നൻസി ലോസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി അച്ഛൻ്റെയും അമ്മയുടെയും കാരിയോടൈപ്പിംഗ് ടെസ്റ്റ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം കാരിയോടൈപ്പിംഗ് ടെസ്റ്റിൽ ജനറ്റിക് ആയിട്ടുള്ള വല്ല തകരാറുകൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടോന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അച്ഛനോ അമ്മയിലോ കാരിയോടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ ഈ ജനറ്റിക് ടെസ്റ്റിംഗ് ആണ്. ജനറ്റിക്സ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ അച്ഛൻ്റെയോ അമ്മയോടോ ജീൻസ് ക്രോമോസോംസ് നോർമൽ ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യും. ചില ടൈപ്പ് ക്രോമോസോമൽ തകരാറുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ റിക്കറന്റ് ആയിട്ട് പ്രഗ്നൻസി ലോസ് ആവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെയോ അമ്മയുടെയോ ക്രോമോസോമൽ അനാലിസിസ് ചെയ്തിട്ട് ഇവർ രണ്ടുപേരിൽ എന്തെങ്കിലും തകരാറുകൾ ഒളിച്ചു കിടപ്പുണ്ടോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. കാരണം ഇവർ ആർക്കെങ്കിലും ഒരാൾക്ക് ജനിതകമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊച്ചിന് റിഫ്ലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ലോസിന് കോമൺ ആയിട്ടുള്ള ഒരു കാരണമാണ് അനിപ്ലോയിഡി എന്നുള്ള കാര്യം. മീൻസ് ആ കുട്ടിയുടെ ജനിതകമായ ഒരു പ്രശ്നമാണ് അനിപ്ലോയിഡി, ക്രോമോസോമിന്റെ തകരാറാണ്. ഇത് മെജോറിറ്റി 60% പ്രഗ്നൻസി ലോസിന് ഒരു കാരണം അനിപ്ലോയിഡിയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കരുത്. കാരണം ഇത് എല്ലാ പ്രാവശ്യവും തിരിച്ച് ഇതേപോലെ സംഭവിക്കണമെന്നില്ല. ബട്ട് റിക്കറന്റ് ആയിട്ട് സംഭവിക്കുമ്പോൾ നമുക്ക് ചിലപ്പം ഫീറ്റസിന്റെയും കൂടി ക്രോമോസോമൽ ടെസ്റ്റിംഗ് ചെയ്തിട്ട് ജനിതകമായ വല്ല പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചിലപ്പം ഇവാലുവേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ നമ്മളുടെ ഫൈനൽ ഒരു ടെസ്റ്റിംഗിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ ക്രോമോസോമൽ ഇവാലുവേഷൻ, അച്ഛനും അമ്മയുടെയും ക്രോമോസോമൽ ഇവാലുവേഷൻ. അതിനെ പോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ കൊച്ചിന്റെ ക്രോമോസോമൽ സ്റ്റഡിയും കൂടി. ക്രോമോസോമിക് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. കാരണം എന്താ പറഞ്ഞാൽ നമുക്കിപ്പം അച്ഛനും അമ്മയുടെ കാരിയോടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഐ തിങ്ക് കോസ്റ്റ് അറൌണ്ട് 5,000 to 7,000 rupees റേഞ്ചിലാണ് ഒരാളുടെ ടെസ്റ്റിംഗ് ബ്ലഡ് ടെസ്റ്റിന് വരുന്നത്. ബട്ട് ക്രോമോസോമൽ തകരാറുകൾ കണ്ടുപിടിച്ചതിന് ശേഷം കൊച്ചിന്റെ തകരാറുകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഡോക്ടറുടെ എക്സ്പീരിയൻസിൽ ഈ ഇങ്ങനെയുള്ള റെക്കറന്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലോസിന് മുഖ്യമായിട്ടുള്ള ഫാക്ടർ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണം ഏത് തരത്തിലാണ് ഡോക്ടർ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ റെഫർ ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യുന്നത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് ഈ കാലഘട്ടത്തിൽ? ഒരു 30% ആൾക്കാർക്ക് ഒരു കാരണം ഉണ്ടാവില്ല, അൺഎക്സ്പ്ലെയിൻ പ്രഗ്നൻസി ലോസ് ആയിരിക്കും. അപ്പോൾ ഈ അൺഎക്സ്പ്ലെയിൻ പ്രഗ്നൻസി ലോസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് നമ്മൾ സപ്പോർട്ടീവ് മെഡിക്കേഷൻസ് കൊടുത്തിട്ടാണ് പ്രഗ്നൻസി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഒരു 20 to 25% ഉള്ള ആൾക്കാർക്ക് സെർവൈക്കൽ ഇൻകോംപിറ്റൻസ് എന്നുള്ള കണ്ടീഷൻ വരാറുണ്ട്. ഈ സെർവൈക്കൽ ഇൻകോംപിറ്റൻസ് എന്നുള്ള കണ്ടീഷൻ കാണുന്ന ആൾക്കാർക്ക് നമ്മൾ സെർവൈക്കൽ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം പ്രോബ്ലം സെറ്റിൽ ആവും. പിന്നെ ഒരു 15 to 20% ആൾക്കാർക്ക് തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എത്രയോ അതേ സെയിം കണക്കിലുള്ള ആൾക്കാർക്ക് നമ്മൾ ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ അബ്നോർമാലിറ്റീസ് കണ്ടിട്ടുണ്ട്. ഒരു 100-ൽ ഒരു 5-10 ആൾക്കാർക്ക് വീണ്ടും നമുക്ക് ഗർഭപാത്രത്തിന്റെ തകരാറുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഗർഭപാത്രത്തിന്റെ തകരാറുകളിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ് ഈ സെപ്റ്റം എന്നുള്ള ഞാൻ പറഞ്ഞ കാര്യം. അപ്പൊ ഈ സെപ്റ്റം എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആ സർജിക്കൽ കറക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ എത്രയോ ആൾക്കാർക്ക് സക്സസ്ഫുൾ ആയിട്ട് പ്രഗ്നൻസി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ലഭ്യമാകുന്ന മെഡിക്കൽ മാനേജ്മെന്റ് ഹെൽപ്പ് ഏതൊക്കെയാണ്? മറ്റ് മെഡിക്കൽ മാനേജ്മെന്റ് ഹെൽപ്പ് ഏതൊക്കെയാണ്? ബേസിക്കലി ഇപ്പൊ നമ്മൾ റിക്കറന്റ് പ്രഗ്നൻസി ലോസ് എന്ന് പറയുമ്പോൾ കുറെ പ്രാവശ്യം പ്രഗ്നൻസി ലോസ് ആയിട്ടുണ്ട്. ഈ അൺഎക്സ്പ്ലെയിൻ കാറ്റഗറി നമ്മൾ പറയുന്നുണ്ട്. ഈ അൺഎക്സ്പ്ലെയിൻ കാറ്റഗറിയിലെ ആൾക്കാർക്ക് നമ്മൾ ഒന്ന് എല്ലാം പ്രഗ്നൻസി സപ്പോർട്ടീവ് മെഡിക്കേഷൻസ് കൊടുക്കേണ്ടി വരും. പ്ലസ്
ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ തകരാറുകൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം ഇവർക്ക് ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ കൊടുക്കും. ഹെപ്പാരിൻ എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മൾ കൊടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ആയിരിക്കും. ബ്ലഡ് ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഇഞ്ചക്ഷനാണ്. അപ്പോൾ ഈ ഹെപ്പാരിൻ ഇഞ്ചക്ഷൻ ഡെയിലി ബേസിസിൽ കൊടുക്കുന്നതും ആസ്പിരിൻ ഗുളിക, അതേപോലെ പ്രഗ്നൻസി സപ്പോർട്ടീവ് പ്രൊജസ്ട്രോൺസും ഇഞ്ചക്ഷൻസും എല്ലാം കൊടുത്തു കഴിയുമ്പോൾ മിക്കവാറും ആൾക്കാർക്കും ഒരു കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ടേക്ക് പോകാനുള്ള പ്രഗ്നൻസി മുന്നോട്ടേക്ക് പോകാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലോസ് ഐഡന്റിഫൈ ചെയ്യുവാൻ അൾട്രാസൗണ്ട് സ്കാനിങ്ങിനുള്ള അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ഇത്തരത്തിലുള്ള പ്രഗ്നൻസി ലോസ്? പ്രഗ്നൻസി ലോസുകൾ നമുക്ക് സ്കാനിങ്ങിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പ്രഗ്നൻസി ലോസിനുള്ള കാരണം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഗർഭപാത്രത്തിന്റെ തകരാറായിട്ടാണോ ഗർഭം അലസിപ്പോയതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ 3D അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് യുട്രസിന്റെ ഷേപ്പിൽ വല്ല അപാകതകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോ പറഞ്ഞ പോലെ ഈ സെപ്റ്റേറ്റ് യുട്രസ് എന്നുള്ള കണ്ടീഷനാണ്. സെപ്റ്റേറ്റ് യുട്രസ് എന്ന് പറഞ്ഞാൽ യുട്രസ് ഒന്നായിരിക്കും, അതിന്റെ നടുവിൽ ഒരു എക്സ്ട്രാ പീസ് ഉണ്ടായേക്കാം. ഈ എക്സ്ട്രാ സെപ്റ്റം എന്ന് പറയുന്ന കാരണം ചിലപ്പം നിങ്ങൾക്ക് യുട്രസ് നിന്ന് തുടങ്ങിയിട്ട് യൂണിയുടെ താഴെ ഭാഗം വരെ ഉണ്ടായേക്കാം. അപ്പോൾ പേഷ്യന്റിനെ പരിശോധിച്ച് നോക്കുമ്പോൾ ചിലപ്പം എല്ലാം ഡബിൾ ആയിട്ട് ഇല്ല പോലെ തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ അതൊരു സിംഗിൾ സെപ്റ്റം ആയിരിക്കും താഴെ വരെ ഇല്ലത്. അപ്പൊ അങ്ങനെ ഉണ്ടാവും. എന്താന്ന് പറഞ്ഞാൽ ഒരു ഗർഭപാത്രം ഇല്ലതിന് പകരം പകുതി മാത്രമേ ഫംഗ്ഷനിങ് ഉണ്ടാവുള്ളൂ. രണ്ട് പീസായിട്ട് ഫംഗ്ഷൻ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു ഹാഫ് പ്രഗ്നൻസി ഇംപ്ലാന്റ് ആയിക്കഴിഞ്ഞാൽ ഗർഭപാത്രം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ സെപ്റ്റം കൂടുതൽ എക്സ്പാൻഷൻ പ്രിവെന്റ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പം 5-ാം മാസത്തിലോ 6-ാം മാസത്തിലോ അല്ല 3-ാം മാസത്തിൽ തന്നെ അലസിപ്പോവാനുള്ള സാധ്യതയുണ്ട്. ഈ സെപ്റ്റം നില ചെയ്ത കണ്ടീഷൻ ഏറ്റവും എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരു അബ്നോർമാലിറ്റിയാണ് ഈ ഇൻട്രായുട്രൈൻ സെപ്റ്റം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ലാപ്രോസ്കോപ്പി വഴി, ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയും, താഴെയുടെ ക്യാമറ ഇട്ട് നോക്കിയിട്ട് ഗർഭപാത്രത്തിന്റെ അകത്ത് കയറിയിട്ട് ഈ എക്സ്ട്രാ ഫിറ്റിംഗിന്റെ സാധനം അവിടെ ഉണ്ടോ എന്ന് മനസ്സിലാക്കി എടുത്തിട്ട് ആ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് ആ സിറ്റിംഗിൽ തന്നെ അത് മുറിച്ചെടുത്ത് കൊടുത്തിട്ട് ഗർഭപാത്രത്തിനെ സിംഗിൾ ആക്കി എടുക്കാനൊരു പറ്റുന്ന ഒരു സാധ്യതയാണ് ഈ ഹിസ്റ്റോസ്കോപ്പിക് സെപ്റ്റൽ റിസെക്ഷൻ എന്ന് പറയുന്ന കാര്യം. അപ്പോൾ സെപ്റ്റം ഇല്ല പേഷ്യന്റിന് നമ്മൾ ഈ സെപ്റ്റൽ റീസെക്ഷൻ എന്നുള്ള പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ 100% ആയിട്ടും സബ്സിക്വന്റ് പ്രഗ്നൻസീസ് ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകും. പിന്നെ വരുന്നതാണ് ഞാൻ ഇപ്പൊ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത ഈ മെഡിക്കൽ എയ്ഡ് അല്ലെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റ് സഹായങ്ങളൊക്കെ കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിൽ ലഭ്യമാകുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യങ്ങളാണ്. കാരണം സെപ്റ്റൽ റിസെക്ഷൻ ഒക്കെ നമ്മൾ ഇപ്പൊ എത്ര കൊല്ലങ്ങളായിട്ട് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്തുകൊണ്ടുണ്ട്. ആൻഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്, കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു പ്രൊസീജിയറും കൂടിയാണ്. 7-8 പ്രാവശ്യം ഗർഭം അലസിപ്പോയ ആൾക്കാർക്ക് ഈ സെപ്റ്റം ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷം സെപ്റ്റൽ റിസെപ്ഷൻ ചെയ്ത് കഴിയുമ്പോൾ മിക്കവാറും ആൾക്കാരും ഒരു തലവേദന ഇല്ലാതെ തന്നെ ഡേറ്റ് വരെ മുന്നോട്ടേക്ക് പോയി പ്രസവിക്കാറുണ്ട്. അപ്പൊ പിന്നെ ഞാൻ കാരണം പറഞ്ഞതായിരുന്നു സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്നുള്ള കാര്യം. ഈ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗർഭപാത്രത്തിന്റെ, ഞാൻ പറഞ്ഞിട്ടില്ല, ഈ സെർവൈക്കൽ ലെങ്ത് എല്ലാ മാസവും വരുംതോറും ചുരുങ്ങിക്കൊണ്ട് വരും. അപ്പോൾ സെർവൈക്കൽ ലെങ്ത് ചുരുങ്ങിക്കൊണ്ട് വരുമ്പോൾ വീണ്ടും യുട്രസ് ഓപ്പൺ ആയി വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഗർഭപാത്രം തുറന്നു വരുന്നാൽ പ്രഗ്നൻസി ഡെലിവറി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രിമച്ചുർ ആയിട്ടുള്ള ഡെലിവറി ആയേക്കാം, അത് ചിലപ്പോൾ 3rd മന്തിലായേക്കാം, 5th മന്തിലായേക്കാം, അല്ല 7th മന്തിലായേക്കാം. അപ്പോൾ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്നൊരു കണ്ടീഷൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയറാണ് സെർവൈക്കൽ എൻസർക്ലാസ് എന്നുള്ള പ്രൊസീജിയർ. അത് ഗർഭപാത്രത്തിന്റെ വായിൽ നമ്മളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കൽ. അപ്പൊ ആ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗർഭപാത്രം തുറന്നു വരില്ല. അപ്പോൾ എത്രയോ ഇൻകോമ്പിറ്റൻസ് ആണ് കാരണമാണെങ്കിൽ ഈ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി ലോസുകൾ, ഇതിനെ കൊണ്ടുവരുന്ന പ്രഗ്നൻസി ലോസുകൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. സർജറിയുടെ റോൾ എന്താണ്? സർജറിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ പ്രത്യേകിച്ച്? ഈ സർജറിക്കുള്ള റോൾ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 കണ്ടീഷൻസ് ആണ്. ഒന്ന്, സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സെർവൈക്കൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നതാണ് ഒരു ടൈപ്പ് ഓഫ് സർജറി. കൂടുതലായിട്ടും പ്രാധാന്യം വരുന്നത് ഈ ഇൻട്രായുട്രൈൻ സെപ്റ്റം എന്നുള്ള കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുമ്പോഴാണ്. ഈ ഇൻട്രായുട്രൈൻ സെപ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആ സെപ്റ്റൽ റിസെക്ഷൻ എന്നുള്ള പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് കിട്ടുന്നതാണ്. അപ്പൊ സർജറിക്കുള്ള റോള് മെയിൻ ആയിട്ടും വരുന്നത് ഗർഭപാത്രത്തിന്റെ ജന്മനാ ഇല്ല തകരാറുകൾ ഐഡന്റിഫൈ ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ആണ് സർജറിയുടെ റോള് വരുന്നത്. കൂടുതലായിട്ടും ഈ സെപ്റ്റം എന്നുള്ള കണ്ടീഷൻ കറക്റ്റ് ചെയ്യാനാണ് സർജിക്കലിന്റെ റോള് വരുന്നത്. സൊല്യൂഷന്റെ മെഡിട്രാക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിലൂടെ പൂർണ്ണമാകുകയാണ്.
ഈ എപ്പിസോഡിൽ പ്രേക്ഷകരുമായി സംസാരിച്ച കാഞ്ഞങ്ങാട് സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രാഘവേന്ദ്ര പ്രസാദിനെ കാസർഗോഡ് വിഷയന്റെ നന്ദി അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.